മൂന്നാറിൽ കാടിന് നടുവിൽ ഈ ഒരു ട്രീ ഹൗസിൽ കിഡ്ലൻ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും ക്യാമ്പ് ഫയറും ഒക്കെ താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്ന് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ 7 കിലോമീറ്റർ ഓഫ് റോഡ് കയറി വേണം നമുക്ക് നേച്ചർ സോൺ ജംഗിൾ റിസോർട്ടിലെത്താൻ. ഇടയ്ക്കിടയ്ക്കുള്ള ചാറ്റൽ മഴയും കോടയും ഒക്കെ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ. റിസപ്ഷൻ മുതൽ അങ്ങോട്ട് എല്ലാം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലൗഡ് ബെഡ് വ്യൂവും മൂന്നാറിന്റെ 360 ഡിഗ്രി വ്യൂവും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന 4 യൂണീക് വ്യൂ പോയിന്റുകൾ ഇവിടെ ഉണ്ട്. അതിൽ 2 വ്യൂ പോയിന്റിലേക്ക് ട്രക്ക് ചെയ്ത് വേണം നമുക്ക് പോവാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുരിശുമല ട്രക്കിംഗ് ആണ്. മുകളിൽ കയറി ചെന്നാൽ കിട്ടുന്ന മൂന്നാറിന്റെ 360 ഡിഗ്രി വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ മാനിനെയും കാട്ടുപോത്തിനെയും മലയണ്ണാനെയും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ ക്യാമ്പ് ഫയറും മറ്റ് ആക്ടിവിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 5 ട്രീ ഹൗസുകളും 7 ആഫ്രിക്കൻ സഫാരി ടെന്റ് സ്റ്റേയും ആണുള്ളത്. ഇതെല്ലാം ഒറിജിനൽ മരത്തിൽ കെട്ടിയുണ്ടാക്കിയ ട്രീ ഹൗസുകളാണ്. പീസ്ഫുൾ ആയി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് താമസിക്കാൻ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേട്ടോ. ഇനി ടെന്റ് സ്റ്റേ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളുള്ള ടെന്റുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെന്റിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ക്ലൗഡ് ബെഡ് ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇവർക്ക് ഒരു ഇൻഹൗസ് റെസ്റ്റോറന്റ് ഉണ്ട്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി ഇവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ സെറ്റ് ചെയ്ത് തരും. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു യുണീക് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേച്ചർ സോൺ ജംഗിൾ റിസോർട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ഷനിലുണ്ട്. ബൈ ഫ്രം കേരളീയർ.